അല്ല, ഒരു മുസ്ലിമിന്റെ പേരെങ്കിലും നമുക്ക് വേണ്ട നമ്മുടെ റൂമിൽ. അതെ അതെ, എന്നാ പിന്നെ ഇരുന്നോട്ടെ. അൽഫാം വെന്തില്ല, നിങ്ങൾ കണ്ടുപിടിച്ചല്ലോ. ഈ ശബ്ദം കൊണ്ട് എങ്ങോട്ടും പോരുത് നിങ്ങള്. ഞാൻ ഇത് നവരസം എടുക്കാത്തതാ കേട്ടോ. ചിരിച്ച് ചിരിച്ചെന്റെ ഉടലൊരു പരുവായി ഉസ്മാനെ കണ്ടിട്ട്. ഉസ്മാൻ വെറും ഉസ്മാൻ അല്ല, ഖലീഫയാ, ഖലീഫ. കലീം ക്ലബ് ഹൗസിലെ ഖലീഫയാ. ഞാനും വിചാരിച്ച ഒരു മുസ്ലിം പേര് കണ്ടതല്ലേ, വളരെ സന്തോഷത്തിലോട് മോളില് വിളിച്ചതാണ്. ഉസ്മാനെ അവിടെ ഇരുന്നോളൂ. സന്തോഷമായില്ലേ? ഉസ്മാൻ നല്ല സന്തോഷമായി. നല്ല 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 മീനാണല്ലോ. ഏത് വെള്ളത്തിലാ? ഉപ്പുവെള്ളത്തിലെ മീനാണോ ശുദ്ധവെള്ളത്തിലെ മീനാണോ? ഏതാ? മീനല്ല, ദീനാണ്. ഇപ്പൊ ക്ലബ് ഹൗസിൽ ഇസ്ലാം വളരുന്നുണ്ട്. ഉസ്മാൻ ആവുന്നുണ്ട്, ആമിനെ കിട്ടുന്നുണ്ട്, സൈനബ വരുന്നുണ്ട്, ആയിഷ വരുന്നുണ്ട്. അയ്യോ, ഇപ്പൊ അങ്ങ് ഇസ്ലാം വളരുക. ക്ലബ് ഹൗസിൽ നമ്മുടെ മതം വളരുന്നുണ്ട്. അതും അച്ചമുച്ചായന്റെ റൂമില് ഇസ്ലാം വളരുന്നുണ്ട്. ഉസ്മാൻ നോക്ക്, അവരുടെ നാട്ടില് പണ്ട് അലനായിരുന്നവൻ ഇന്ന് ഉസ്മാനായി. പണ്ട് പല സഹോദരിമാരും അങ്ങനെയൊന്നും പറയണ്ട. അവരുടെ പേര് മാത്രം പറഞ്ഞാൽ മതി. ഉസ്മാൻ എന്ന് പറഞ്ഞാൽ ഉസ്മാൻ. അതിനകത്ത് പണ്ട് വേറെ ഒന്നും കൂട്ടിച്ചേർക്കാൻ. അൽഫാം വെന്തില്ല, പണ്ടുണ്ടായിരുന്ന ഇതെല്ലാം അള്ളാന്റെ റാഹത്താണ്. പണ്ടുണ്ടായിരുന്ന പല ക്രൈസ്തവ സഹോദരിമാരും ഇന്ന് ഹിദായത്ത് കിട്ടി. ഉണ്ടോ? അച്ചമുച്ചായന്റെ റൂമിൽ ഇസ്ലാം വളരുന്ന വളർച്ച കണ്ടോ? ഇസ്ലാം വളരുന്നത് നിങ്ങളുടെ കണ്ണു മുൻപിൽ കണ്ടില്ലേ എന്റെ പൊന്നു മക്കളെ? ആരും വന്നില്ലേ? അൽഫാം വെന്തില്ല. എന്തായാലും 600-ാമത്തെ ദിവസം നമുക്ക് നല്ല സാക്ഷ്യം പറയുന്ന കുഞ്ഞുങ്ങളൊക്കെ വരട്ടെ ഇസ്ലാമിൽ നിന്നും. മയിലോട് മോളിൽ വരുന്നുണ്ടോ? മയിലോട് മാത്രം താഴെ ഇരിക്കുന്ന എന്തിനാ? ഞങ്ങക്ക് അപ്പൊ ഇസ്ലാമിക കൂട്ടുകാര് ഓരോരുത്തരായി പുതിയ ആൾക്കാർ വരുന്നുണ്ട്. അല്ല, ഓരോരുത്തരുടെ അഭിപ്രായങ്ങളൊക്കെ പറയും. പറഞ്ഞോളൂ. ഉസ്മാനോട് ഒരു കാര്യം ചോദിക്കോ? ഉസ്മാൻ ശ്രദ്ധിച്ചോ? ഇപ്പൊ ഈ ആയിഷയും സൈനബയും പിന്നെ ആരായിരുന്നു, വേറൊരു പാർട്ടിയുടെ ഉണ്ടല്ലോ, ആമിനയൊക്കെ വന്നതോടുകൂടെ ക്ലബ് ഹൗസിൽ തെരുവിളി കുറച്ച് കുറഞ്ഞല്ലേ? അതെ, നിങ്ങക്ക് മനസ്സിലായല്ലേ? ഇതെല്ലാം അള്ളാന്റെ കറാമത്താണ്. നമ്മളെ ഉസ്മാനാക്കാനും ഓളെ ആയിഷ ആമിനാക്കാനും ഇതെല്ലാം തെറി കുറയ്ക്കാൻ വേണ്ടി അല്ലാഹു ചെയ്ത പണിയാണ്. മനസ്സിലായോ എജിന്? ഖദീജ എന്ന പെൺകുട്ടി വരുത്ത സ്ത്രീ വരത്തില്ലേ? ഖദീജ എന്ന് പറഞ്ഞ സ്ത്രീ. അല്ല, നമ്മുടെ സിസ്റ്റേഴ്സ് ഒക്കെ നല്ല ആക്റ്റീവാ കേട്ടോ. അത് ഉരുളയ്ക്ക് ഉപ്പേരി എന്ന് പറഞ്ഞ പോലെ അങ്ങനാണ് മറുപടി കൊടുക്കുന്നത്. എപ്പം നമുക്ക് മെസ്സേജ് നോക്കാൻ സമയം കിട്ടിയില്ലെങ്കിലും അവര് തക്കതായ മറുപടി അന്നേരം കൊടുക്കുന്നുണ്ട്. അതുപോലെ അച്ഛൻ കുച്ച നമ്മുടെ വേറൊരു വ്യക്തി വരുമായിരുന്നല്ലോ, നമ്മുടെ കൊടുത്തോട്ടം പാസിന്റെ കെയർ ഓഫില് ഒരു ഇസ്ലാം സഹോദരൻ വന്നായിരുന്നല്ലോ. പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി. ഞാൻ ഒരു മാസം ഇല്ലാഞ്ഞ അറിഞ്ഞില്ല. അദ്ദേഹം ഇപ്പൊ വരുന്നില്ല നമ്മുടെ റൂമില്. അതിനെ കുറിച്ച് വല്ല അപ്ഡേറ്റ് ഉണ്ടോ? SR അല്ലേ? SR ബ്രദർ. അതെ എസ് ആർ. അദ്ദേഹം ഇപ്പൊ കാണുന്നില്ല. പ്രശ്നങ്ങളാണല്ലോ. അവരെ എല്ലാരും പ്രാർത്ഥിക്കുക. പ്രശ്നങ്ങളാണ്. നമ്മുടെ അസ്ലാമ മോളിലേക്ക് വരട്ടെ, എന്റെ പ്രിയ കൂട്ടുകാരൻ. അസ്ലാം മോളിലേക്ക് വരും കൂട്ടുകാരാ. നിങ്ങള്
ഈ ഇസ്ലാമിക പേര് കാണുമ്പോൾ വളരെ ആഗ്രഹത്തോടു കൂടിയാണ് വിളിക്കുന്നത്. ഉസ്മാനെ വിളിച്ച് ഉസ്മാൻ വന്നിരിക്കുന്നു പൂക്കുറ്റിയുമായിട്ട്. അങ്ങനെയാണ് ഇല്ലല്ലോ അച്ഛാ. ആരെങ്കിലും ഉണ്ടോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങളവിടെ കാണുന്നില്ല ആരെ. എന്നാ അസ്ലാം പോയി വന്നായിരുന്നു. വിളിച്ച അപ്പൊ പോവും. അതെന്താണെന്ന് അറിയത്തില്ല. അവരുടെ പേര് വിളിച്ചാൽ പിന്നെ അവര് നിക്കത്തില്ല. അപ്പൊ ഇനി ഏതെങ്കിലും തോമസിന്റെ പേരിട്ടോണ്ട് വന്നാൽ നമ്മൾ പെട്ടെന്ന് വിളിക്കത്തില്ല. അങ്ങനെയാണ് സാധാരണ കാണുന്നത്. അപ്പം ഞാൻ അടുത്ത ഒരു റൂം ഇടാൻ ആഗ്രഹിക്കുന്നത്, ആമിനയും മുഹമ്മദുമായിട്ടുള്ള ബന്ധം യഥാർത്ഥത്തിൽ വ്യഭിചാരമായിരുന്നോ? വ്യഭിചാരമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ആമിനയും മുഹമ്മദുമായിട്ടുള്ള കൂടിക്കാഴ്ച വ്യഭിചാരമായിരുന്നു. ഹലാലായിരുന്നു ചോദിച്ചാൽ ഹലാൽ. ഹലാലായിരുന്നു. ഇജിന് പേര് തെറ്റിപ്പോയെന്തോന്ന്. ആമിനയായിരുന്നോ മാരിയത്താണോ? മാരിയത്ത് സോറി, പേര് തെറ്റിപ്പോയി. മാരിയത്ത്. ഇജി പേര് പറയുമ്പോ നല്ല സൂക്ഷിച്ച് പറയണം. സൂക്ഷിച്ചില്ലെങ്കിൽ അതെങ്ങനെയാണ്? മാരിയത്ത് ബിന്നോ? മാരിയത്തുൽ കിബ്തി. മാരിയത്തുൽ കിബ്തി. മാരിയത്ത് അൽ കിബ്തി. മാരിയത്ത് എന്നായിരുന്നു അവളുടെ പേര്. അവളൊരു ഒരു മിഷറി ആയിരുന്നു. അവളൊരു ഈജിപ്ഷ്യൻ ആയിരുന്നു. അതുകൊണ്ടാണ് കിബ്തി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓന്റെ ചിരി എനിക്ക് ഇവിടം വരെ കേൾക്കാം. ഹലോ സഹോദരന്മാരെ, കുര്യപ്പറ പറ പറ പറ. ഞാൻ നമ്മുടെ നമ്മുടെ ജംഗ്ഷൻ മുഹമ്മദിന് അനിൽക്കൊടിത്തോട്ടം പാസ് കൊടുക്കുന്ന മറുപടികൾ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ. അപ്പൊ ഇയാള് ജംഗ്ഷൻ മുഹമ്മദ് ഒരു പുതിയൊരു ഇറക്കുമതിയായിട്ട് ഇപ്പം വന്നിട്ടുണ്ട്, ഒരു ഗുണ്ടയായിട്ട് വന്നിട്ടുണ്ട്. ഒരു സുലൈമാൻ എന്നും പറഞ്ഞ കോട്ടൊക്കെ ഇട്ട് വന്നേക്കുന്ന അയാൾ വളരെ നികൃഷ്ടമായ രീതിയിൽ അയാൾ സംസാരിച്ചതിനെ തിരിച്ച് ഈ ഇവന്മാരുടെ ഗ്രന്ഥത്തിലുള്ള ആ ഉദാഹരണങ്ങൾ വെച്ച് ശരിക്കും ആരെയാണ് ഇവൻ പറഞ്ഞെന്നുള്ള രീതിയിൽ ഇവരുടെ ഗ്രന്ഥത്തിലുള്ള തന്നെ വെച്ച് പുള്ളി പറഞ്ഞ് വീഡിയോ ഇറക്കിയേക്കുന്നത് വളരെ രസകരമായിട്ടുണ്ട്. അങ്ങനെ കണ്ടോണ്ടിരിക്കുവായിരുന്നു. കൊടുത്തോട്ടം പാസ്റ്റർ അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഞാൻ കണ്ടു, ഞാൻ പുള്ളിയുടെ റിപ്ലൈ കണ്ടോണ്ടിരിക്കുവായിരുന്നു. ഈ പുള്ളി നമ്മുടെ അബ്ബാസിനോറല്ലേ കാലിരിക്കുന്നത്? ഒന്ന് മൈക്ക് എടുക്കും അബ്ബാസിനോറെ. അബ്ബാസ് ബ്രദറെ, പ്രൈസ് ദി ലോർഡ്. ഈ ഉസ്മാനോടൊന്ന് സംസാരിച്ചേ. അബ്ബാസിന്റെ പേര് കേട്ടിട്ട് അവൻ മുസൽമാനാണെന്ന് തോന്നുന്നല്ലോ. ഓൻ ബിസിയാന്ന് തോന്നുന്നു. എന്താ ബ്രദറെ, ആരാണ് സംസാരിച്ചത്? ഞാനൊരു ഫോണിലായിരുന്നു. ഓ, അബ്ബാസ് ബ്രദർ ഉസ്മാനോടൊന്ന് സംസാരിച്ചു. ഉസ്മാൻ ബ്രദർ പറഞ്ഞോളൂ. എന്ത് പറയണം? എന്താ പറയണ്ടത്? നിങ്ങൾ ചോദിക്കാനുള്ളത് ചോദിക്കൂ. നിങ്ങൾക്ക് എന്താ ഡൗട്ട്? ഞാൻ വന്ന കേറിയപ്പോൾ ഇവിടെയുള്ള ആള് പറയുന്നു നബി വ്യഭിചരിച്ചു എന്ന്. അതെന്താണ്? ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. വ്യഭിചരിച്ചില്ലേ നബി? വ്യഭിചരിച്ചോ ഇല്ലയോ? ഇല്ലാന്നുണ്ടെങ്കിൽ അത്
അല്ലേ? ചിലപ്പോഴൊക്കെ അങ്ങനെ ചെയ്തു. ഒരു മനുഷ്യനല്ലേ, ഇതൊക്കെ കൈപ്പിഴ പറ്റി പോകും. കൈപ്പഴ പറ്റി പോവോ? അപ്പൊ അത് വ്യഭിചാരമല്ലേ? പുള്ളി ഒരു മനുഷ്യനല്ലേ, അതൊക്കെ സംഭവിക്കും. ആണോ? അതിനെന്താ നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടാ? അപ്പൊ മാനവരിൽ മഹോന്നതനാന്ന് പറയുന്നു. അത് നമ്മളത് ചെയ്തിട്ട് നമ്മൾ തന്നെ അങ്ങ് പറഞ്ഞു പോയതല്ലേ, അതൊക്കെ അങ്ങനെ സംഭവിച്ചതാ. അങ്ങനെയല്ല, നിങ്ങളുടെ നബിയിൽ ഉത്തമ മാതൃകയുണ്ടെന്നാണല്ലോ ഖുറാൻ പഠിപ്പിക്കുന്നത്. അപ്പൊ അതോ? അത് ഈ കാര്യത്തിലൊന്നും ഉത്തമ മാതൃക ചെയ്യാൻ പറ്റത്തില്ല, ജയിലിൽ കിടക്കും. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ അങ്ങനെയാണെങ്കിൽ കണ്ടവന്റെ ഭാര്യനെ അല്ല, വളർത്തുമകന്റെ ഭാര്യനെ നഗ്നയെ കണ്ടപ്പോ അവളോട് അനുരാഗം തോന്നി ഇസ്ലാമിലെ ദത്ത് സമ്പ്രദായം നിർത്തലാക്കി അവളെ കെട്ടിയതോ? അത് മാതൃകയാണോ? അതൊന്നും മാതൃകയാക്കാൻ പറ്റില്ല. അതും ഇന്നത്തെ കാലത്ത് മാതൃകയല്ല. ഇന്നത്തെ കാലത്ത് അങ്ങനെ ചെയ്ത മോന്റെ കയ്യിൽ നടി കിട്ടി വീട്ടിൽ ഇരിക്കും. ഓക്കെ, അപ്പൊ അന്നത്തെ ബ്രദറെ, അന്നത്തെ നിങ്ങള് കാലത്ത് നല്ല ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് ബ്രദറെ, അതൊക്കെ ശരിയാണ്. നിങ്ങൾ എവിടെയാണ്? നിങ്ങൾ മുസ്ലിമാണോ അല്ലെങ്കിൽ വിശ്വാസിയാണോ? നമ്മളുടെ പേര് കേട്ടാൽ മനസ്സിലായല്ലോ, ഓന് മുസ്ലിമാണ്. നമ്മൾ മലപ്പുറത്താണ്, മലപ്പുറം മലപ്പുറത്താണ്. കൊണ്ടോട്ടിക്കാരനാണ്. കൊണ്ടാട്ടിക്കാരനാ? അങ്ങനെ ഒരു സ്ഥലമുണ്ടോ? കൊണ്ടോട്ടി. അബ്ബാസ് ബ്രോ, ഇത് പുള്ളി മുസ്ലിം ഒന്നുമല്ല. പുള്ളി ഒരു ഇതാ, പിന്നെ പുള്ളി മുഹമ്മദിനെ ട്രോളാൻ വന്നാ കണ്ടോ? ഞാൻ ഇന്നലെ ഞായറാഴ്ച ഒരു മീറ്റിങ്ങിൽ സംസാരിക്കാനിടയായി. അപ്പോൾ അവിടെ മീറ്റിങ്ങിൽ സംസാരിച്ച് വലിയൊരു ചർച്ച. അവിടെ പോയി സംസാരിച്ച് കഴിഞ്ഞിട്ട് വെളിയിൽ വന്നപ്പോൾ ഒരു കുടുംബം വന്നു നിന്നു. മുസ്ലിമാണ് കുടുംബം, 2 മക്കളും അവരുടെ ഉമ്മയും ഹസ്ബൻഡുമായിട്ട്. അപ്പോൾ മുഹമ്മദ് നബി എന്ന് പറയുന്ന ആൾ എങ്ങനെയാണോ എന്ന് ആദ്യമായിട്ട് വരികയാണ് അവർ. അപ്പോൾ അവർക്ക് കുറേ മുഹമ്മദിൻ്റെ ജീവിത ചരിത്രങ്ങളൊക്കെ കുറച്ച് പറഞ്ഞു കൊടുത്ത്, കുറച്ച് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് കൊടുത്ത് കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ തുടർന്ന് ഇനി ബൈബിൾ വായിക്കാം എന്ന് പറയാനിടയായി. അതുപോലെ ഉസ്മാൻ ബ്രദർ വിശ്വാസിയല്ല, മുസ്ലിമല്ല. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് കേൾക്കുന്നത് ഉസ്മാൻ ബ്രദർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞിട്ടായിരിക്കും, പേര് കണ്ടിട്ടായിരിക്കും അല്ലേ? അതെ അതെ, ഇജിന്റെ പേര് കണ്ട മുസൽമാന്റെ പേരാണല്ലോ, അതുകൊണ്ടാ ഇജി നമ്മൾ ചോദിച്ചേ. നമ്മൾ അങ്ങനെയൊന്നും പറയല്ലേ ബ്രദറെ, നമ്മൾ ഇതൊന്നും പറയല്ലേ. എനിക്കതൊന്നും അറിയില്ല, എൻ്റെ വശമില്ല. ഞാൻ തമിഴ്നാട്ടിലിരിക്കുന്ന ആളാ. നമ്മൾ അങ്ങനെയാണ് പറഞ്ഞ് കൊച്ചിലെ മുതലേ പറഞ്ഞ് ശീലിച്ചത്. ആഹാ. പിന്നെ എങ്ങനെ പറയാ? ഇത് കൊണ്ടോട്ടി ഭാഷ ഒന്നുമല്ല. കൊണ്ടോട്ടി ഭാഷ കൊണ്ടോട്ടി കേട്ടാൽ ഭാഷ. ഞങ്ങൾക്ക് മനസ്സിലാവും. ഇത് തന്നെ. എന്റെ പൊന്നി അങ്ങായി, നിങ്ങൾ മുഹമ്മദിനെ ട്രോളാൻ വന്നാണോ അതോ നിങ്ങൾ ശരിക്കും വിശ്വാസി വല്ലതും ആണോ? എന്നാ കലിമ ഒന്ന് ചെല്ലിക്കേ, കേക്കട്ടെ. പോയോ? കലിമ ചൊല്ലിയാലും മനസ്സിലാവില്ല. അല്ല, പുള്ളി കലിമ എന്നു അറിയത്തില്ല. ഇതാരാ? ആള് മുസ്ലിം ഒന്നുമല്ല. ഉസ്മാൻ ഇത് ഏതാണ്ട് മറ്റേ രാവിലെ ഉസ്മാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് ഈ പേടിച്ച് സ്വപ്നം കണ്ടങ്ങാണ്ട് ചാടി എണീറ്റ് വന്ന പുള്ളി സ്ഥലം മാറിപ്പോയി. ചേട്ടാ, ഇത് ഈ വേദക്കാര് പഠിപ്പിക്കുന്ന ഗ്രൂപ്പാ ഇത്. മറ്റേ ഇതല്ല, ട്രോള് ഗ്രൂപ്പ് അല്ല. സ്ഥലം ഇന്നലെ മാറിപ്പോയി. ഇന്നലെ എന്ത് നമ്മ കലീമയാണ്? ഷഹാദത്ത് കലീമയാണോ ചൊല്ലണ്ടേ? ഇന്നലെ മമ്മദിനെ സ്വപ്നം കണ്ടാന്ന് അതന്നെ, തോന്നുന്നു. അതന്നെ, ആ, അത് തന്നെ അത് തന്നെ. അഷ്ഹദു അന്ന ഇലാഹ ഇല്ല ഡിങ്ക, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലു ഡിങ്ക. കിട്ടി. ആരിഫ് ഹുസൈൻ്റെ ആളാ. കിട്ടി. ആരിഫ് ഹുസൈൻ്റെ ആളാ. ആരിഫ് ഹുസൈൻ എന്താ തിരുവോത്തിന്റെ ആളാ. കിട്ടിയത്? പുള്ളിക്ക് കലീമയാണോ കിട്ടിയത്? അല്ലല്ല, ആളെ പിടികിട്ടി. ഇത് ആരിഫ് ഹുസൈൻ തിരുവോത്തിന്റെ ആളാ. പുള്ളിക്കാണ് ഡിങ്കൻ. പുള്ളിയുടെ ദൈവമാണ് ഡിങ്കൻ. കൊള്ളാം, ഇടയ്ക്കൊക്കെ വരണം കേട്ടോ. നമ്മുടെ കൂട്ടുകാരൻ ഷാനവാസ് വന്നിരിക്കുന്നത്. ഒരു സെക്കൻഡ്, നമ്മുടെ കൂട്ടുകാരൻ ഷാനവാസ് വന്നിരിക്കുന്നു. നോക്കട്ടെ നമുക്ക്. ഷാനവാസ് എം. പുള്ളി ടെററാണോ ഒറ്റ? ഷാനവാസ് കൂട്ടുകാരൻ മുകളിലേക്ക് വരും. ഷരവാസാര മുസൽമാനാണോ? അതെ, വരട്ടെ. ട്രോള് കഴിഞ്ഞില്ലേ? നിങ്ങൾ പൊക്കോളി. ഇല്ല ഇല്ല, മുകളിലേക്ക് വരൂ. പുള്ള പുള്ള അല്ല, മലപ്പുറത്തു നിന്ന് വന്ന ഒരല്പനേരം വിശ്രമിച്ചോട്ടെ, അവിടെ ഇരിക്കട്ടെ. അത് മലപ്പുറത്ത് നിന്ന് വന്നൊന്നും അല്ല എന്റെ ജെ ബ്രദറെ, ചുമ്മാ പറ്റീരാ. ഉസ്മാൻ അവിടെ ഇരുന്നോട്ടെ, സാറില്ല. എന്നാ ഷാനവാസ് ബ്രദർ പോയോ? വന്നതും പോന്നതും കണ്ടില്ലല്ലോ. ഇവിടെ ഇരിപ്പുണ്ടല്ലോ, എനിക്ക് കാണാം. ആള് പോയി. ഓംദാസ് വാ, ഓംദാസ് മുകളിലേക്ക് വാ. നമ്മൾ സ്നേഹത്തോടു കൂടിയാണ് വിളിക്കുന്നത്, വിഷയം മാറ്റി.
ഏ ഓംദാസ് ഡാർക്കാണോ പുള്ളി? ആള് ആരാണ്? ഓംദാസ് എൻ്റെ ഒരു കൂട്ടുകാരനാണ്, നമ്മുടെ വേണ്ടപ്പെട്ട ഒരാളാ. ഓക്കെ. ഞാൻ പുള്ളിക്ക് സംസാരിക്കുമ്പോ വിഷയം മാറ്റാൻ വരുന്ന പാർട്ടിയാണെന്നാണ് പുള്ളി പറയണേ. ഇതാരാണ് ഒരു പുള്ളിക്ക് കുരിശുമായിട്ട് വന്നിരിക്കുന്ന ഒരു പുതിയ ആള്? ഏതാ ബിനുവോ? ആളൊരു കുരിശാണ്, ആളൊരു അതെ, കുരിശാണ്. ഞാൻ ഇച്ചിരി ബിസിയിലല്ല, ഡ്രൈവിംഗിലുള്ള, ഞാൻ പിന്നെ വരാം. വരണം കേട്ടോ, ഞങ്ങള് കാത്തിരിക്കും. അതെ അതെ, ഓക്കെ. അപ്പൊ കുരിശ് പാർട്ടി നമ്മന്റെ ആളാ കേട്ടോ, ഉസ്മാൻ. അവൻ പറഞ്ഞു നമ്മള് അവനൊരു പൊതുവെ കുരിശാണെന്ന്. കുരിശാണോ? നമ്മള് നമ്മള് പൊതുവെ ഒരു കുരിശാണ്. അൽഫാം വെന്തില്ല, അൽഫാം വെന്തില്ല. ഇത് നമ്മുടെ അനിലല്ലേ? എന്ത് ഉസ്മാനെ ഏത് അനില്? ഇവിടെ ഇടയ്ക്ക് വരികയല്ലേ അറബിയൊക്കെ പറഞ്ഞു? എന്തോ പുള്ളി അനിലെന്നല്ലേ? നമ്മുടെ ഇവിടെ ഉസ്മാനെ എന്ന് പറഞ്ഞ് പേര് ഞാൻ മറന്നു. അതെ അതെ, അനിലാണ്. അനിൽ അംബാനിയാണെന്നേ ഉള്ളു. അംബാനി ആയിക്കോട്ടെ. നമ്മളും അങ്ങനെ സംശയിച്ചായിരുന്നു. പുള്ള അതല്ലെന്നാ പറയുന്നത്. പുള്ള മലപ്പുറത്ത് എന്റെ മുസ്ലിം ആണ് അമ്പാനേ, കേട്ടോ. എന്റെ അമ്പാനേ, ആരാണ് അവിടെ അലക്കുന്നത്? അലക്കിയല്ല ബദ്രേ, അലക്കുക. സോപ്പിട്ടാണ് അലക്കുന്നത്. ഇപ്പൊ സോപ്പില്ലല്ലോ, സോപ്പ് പൊടിയല്ലേ. പറഞ്ഞായിരുന്നോ? അതൊക്കെ പോട്ടെ, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. വിഷയത്തിലേക്ക് വരാം. ദൈവപുത്രൻ ആര് ബന്ധിയോ? പിശാചിന്റെ അടിമ ആര്? ദൈവപുത്രൻ ആര്? പിശാചാരൻ. ഇക്കുപ്രത്ര പ്രൈസലോട്. പ്രൈസ് ചായ, പ്രൈസ് ലോഡ്. ഇവിടെ ഇങ്ങനെ എല്ലാരും ഉസ്മാനെ കണ്ട്. ഇവിടെ ഇന്നലെ ആമിനത്താത്തയെ കണ്ട ആളും ഞെട്ടി. ഉസ്മാനും ആമിനത്താത്തയില്ല. അതാ ഞാനതായിരുന്നു പറഞ്ഞേ. ഈ അച്ചൻകുച്ചായൻ റൂം നടത്തി കുറെ നമ്മുടെയും പേര് അമ്മനാരുടെയും പേര് പറഞ്ഞ് പരദൂഷണം നിങ്ങൾ ചെയ്യരുത് കേട്ടോ, അത് ശരിയല്ല. നമ്മുടെ നബി ഇതെല്ലാം വല്ലതും അറിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. നബിയല്ല, ഊളാഹു അറിഞ്ഞ ഭയങ്കര പ്രശ്നമാണ്. നമ്മുടെ കേരളയിട്ട് വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. ദീപ്തി എന്ന് പറയുന്ന ഒരു സഹോദരി കേരളത്തിനെ വലിച്ചു കീറി ഭിത്തിയിൽ അലക്കി ഒരു തരത്തിലാണ് കേരളയിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടെ. അതെന്തിനാ അലക്കിയേ? അത് ഒരൊറ്റ ചോദ്യം, ആ ചോദ്യത്തിൽ കേരളത്തിന്റെ സൗസർ കീറിപ്പോയി. എന്താന്ന് ചോദിച്ചാല്, നീ വെള്ളിയാഴ്ച തോറും ലോകത്തിലുള്ള സകല മനുഷ്യരെ ശപിക്കുന്ന വർത്തകമല്ലാടാ, നീ നിന്റെ പ്രാർത്ഥന ശാപമല്ലാടാന്ന് ചോദിച്ചു. കേരളത്തിൽ മുണ്ടുടുക്കാൻ പോലും സമയം കിട്ടിയില്ല. വാരി അലക്കുക എന്ന് വെച്ചാൽ വാരി അലക്കുക. ഈ ദീപ്തി ആരാന്ന് ഞാൻ അന്നേരം മുതൽ അന്വേഷിച്ചോണ്ടിരിക്കുക. എന്നിട്ട് കിട്ടിയോ? അവിടെ നമ്മൾ അന്വേഷിച്ച് കിട്ടിയില്ല, അന്വേഷിച്ചോണ്ടിരിക്കുക. പത്രത്തിൽ പരസ്യം കൊടുത്തിട്ടുണ്ട്. കേരളായിട്ടിനോട് ചോദിച്ചാ പറയായിരിക്കും. കേരളത്തിന് അന്നേരം ബോധം പോയിരിക്കുക. പിന്നെ കേരളത്തോട് ചോദിക്കാൻ പോകുന്നു. അത് ഇയാൾക്ക് പറ്റുമല്ലിരിക്കും. ആർക്ക്? നമ്മുടെ അയ്യൂബ് മൗലവിക്ക് പറ്റൂല. അയ്യൂബ് മൗലവി ജബ്ബാർ മാഷെ ചൊല്ലി അടക്കുമെന്നും പറഞ്ഞ് പോയതാണ്. അതായത് അയ്യൂബ് മൗലവിയുടെ ഗ്യാസ് പോയെന്നുള്ളതാണ്. ഒരു 2-3 ചോദ്യവും. പക്ഷെ ജിഹാദി ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നത് അയ്യൂബ് മൗലവി ജബ്ബാർ മാഷിന്റെ നിക്കർ ഊരിച്ചു എന്ന് അവര് പറഞ്ഞുകൊണ്ട്. ഹമാസ് പോരാളികൾ ജയിച്ചേന്നല്ലേ അവര് പറയുന്നത്. ഞങ്ങൾ ജയിച്ചേ, ഇതല്ലല്ലേ പരിപാടി. ഫയൽമാൻ ജയിച്ചേ, അത് നിങ്ങൾക്കറിയാൻ വരെ. അതെ, ഇവിടെ അതായത് കടലിൽ റോക്കറ്റ് വീണ് ഹമാസ് ജയിച്ച്. ഹമാസുകാര് റോക്കറ്റ് വിട്ട് അത് കടലിൽ വീണു, ഹമാസ് ജയിച്ചു. ഹമാസ് ജയിച്ചു. ഇസ്രായേൽ തകർന്നു. ഇസ്രായേൽ തകർന്നു. അതെ, ഹമാസ് പോരാളികൾ ജയിച്ചു. അങ്ങനെയാണ് ഈ മൗലവി ജയിക്കുന്നത്. ഈ മൗലവിയായിട്ടുള്ള സംവാദം കേട്ടിട്ട് ഒരു മനുഷ്യന് അതായത് ഇവിടെ വരുന്ന ഒരു വെറും സാധാരണ ഒരു 3ാം ക്ലാസ് പാസ്സായ
മദ്രസയിൽ 3-ാം ക്ലാസ് പഠിച്ച് ഉണ്ട വിഴുങ്ങിയ ഒരാൾ പറയുന്ന ഒരു മദ്രസ കൂട്ടം പറയുന്നതിന് അപ്പുറത്തേക്ക് ഒരു കാര്യവും ഈ മൗലവി പറഞ്ഞിട്ടില്ല. ഈ മൗലവി എന്തോ ആണെന്ന് വിചാരിച്ച് മൗലവി നടക്കുക. മൗലവി പെട്ടതാണ്, അത് ഉറപ്പാണ്. മൗലവിയുടെ ശരീരഭാഷയും മൗലവിയുടെ അവിടുത്തെ വാദവും എല്ലാം, അതായത് മൗലവി മാവേലി പാതാളത്തിലേക്ക് പോയി, അതുകൊണ്ട് പരിപാടിയായിപ്പോയി. നമ്മൾ ജബ്ബാർ മാഷ ചെയ്യല്ല, പക്ഷേ ഈ വസ്തുതകൾ നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. ആര് പറഞ്ഞാലും അത് വസ്തുതയാണ്. അള്ളാഹു ചോദിച്ചു, ജബ്ബാർ മാഷി ചോദിച്ച ഒരു ചോദ്യമാണ്, ഈ അള്ളാഹുവിന് കുന്നങ്ങ് പറഞ്ഞാൽ പോരാ. അള്ളാഹു കുന്നൊരു വാക്ക് പറഞ്ഞാൽ ലോകത്തിലെ സകലതും ഉണ്ടാവും. ഈ സകലമല്ല, സർവത്ര ഉണ്ടാവും. എന്നാ പിന്നെ കുന്നൊന്നും പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ ഭാഷയിലും ഖുറാൻ വരികയല്ലേ? വെറുതെ ഈ ആൾക്കാരായിട്ട് വട്ടം തെറ്റിക്കണം. അതൊരു ഒന്നൊന്നര ചോദ്യം. ഇപ്പൊ അള്ളാഹുവിന് ഈ കുന്നെന്ന് പറയാൻ എന്താ ഇത്ര വിഷമം? അത്ര വിഷമമുള്ള വാക്കാണോ അച്ഛൻ ബദറ ഈ കുന്ന് പറയാന്? ഈ കുന്നങ്ങ് പറഞ്ഞ പോരായിരുന്നോ? ഈസായെ ഈ മറിയത്തിന്റെ അതിൽ പോയി ഊതന്റെ ആവശ്യം വല്ലോ അള്ളാഹുവിനോടോ? കുന്നങ്ങ് പറഞ്ഞാ പോരായിരുന്നോ? പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ പറഞ്ഞാല് അള്ളാഹുവിനും അറിയത്തില്ല, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുമെന്ന് അള്ളാഹുവിന് അറിയത്തില്ല. എന്തായാലും കേരളയിട്ട് വിട്ടു. കേരളയിട്ട് മുണ്ടും പൊക്കി 110 വിട്ടു. കേരളത്തിനൊരു സമാധാനം കിട്ടി. അയ്യോ, ആ ദീപ്തി എന്ന് പറഞ്ഞ സഹോദരി ആരാന്ന് കണ്ടുപിടിക്കണം. വാരി അലക്കുക എന്ന് വെച്ചാൽ വാരി അലക്കി. സെർച്ച് ചെയ്ത് നോക്ക്, ചിലപ്പോ കിട്ടുമായിരിക്കും. അതല്ല, ഞാൻ ഒരു സംശയിച്ചോട്ടെ, ഈ അയ്യൂബ് മൗലവി എന്ന് പറയുന്ന ആള് നിരീശ്വരവാദിയാണോ മുസ്ലിമാണോ? അത് മുൻ യുക്തിവാദി എന്നൊക്കെ പറഞ്ഞാണ്. അതെ, മുനി യുക്തിവാദി വലിയ ഇവരുടെ ജബ്ബാർ മാഷിന്റെ ഒക്കെ ശിഷ്യനായിട്ട് നടന്ന ആളാണ്. ഒരു ദിവസം നേരം വെളുത്തപ്പോൾ പുള്ളി പറഞ്ഞു എല്ലാം ഖുറാൻ പറയുന്നതെല്ലാം ശരിയാണ്. പഴയ കാലത്ത് പുള്ളി നിരീശ്വരവാദത്തിൽ പറഞ്ഞ ഇതിനെല്ലാം കൃത്യമായിട്ട് മറുപടി പറയുമെന്നാ പറഞ്ഞു. ഒരു വക പറയാം മൗലിക്ക് പറ്റും. മൗലവിയുടെ ശരീരഭാഷയും മൗലവിയുടെ സംസാരവും എല്ലാം ഈ പണ്ട് എം അക്ബർ ഈ ജബ്ബാർ മാഷോട് സംവാദം നടത്താൻ പോയില്ല ആഴക്കടല്. അതില് ഇല്ലാത്തതായിട്ട് എഴുതിക്കൊണ്ടെന്ന് വിട്ടാലും മറ്റേ എം അക്ബർ ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇത് എം അക്ബറുടെ കഥയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇയാളൊന്നും എന്താ നമ്മളുമായിട്ട് ഡിബേറ്റ് ചെയ്യാൻ പറ്റാത്ത? അതിപ്പോ നമുക്ക് അത് ബൈബിളിന്റെ ABCD അറിയണ്ടേ? ആദ്യം ബൈബിളിന്റെ ABCD അറിയാതെ ഇവിടെ വന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇവരതൊന്നും ഒന്നും പഠിച്ചിട്ടില്ലെന്ന് അങ്ങേര് പറഞ്ഞ ഒരു വലിയ വിഡിത്തം ഞാൻ പറഞ്ഞുതരാം. അറബി അക്ഷരങ്ങൾ, ഒരക്ഷരത്തിന് ഒത്തിരി അർത്ഥങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇന്നലെ ഒരാൾ ചോദിച്ചു, ഈ ഇംഗ്ലീഷിൽ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ, ഞാൻ, ഇല്ലേ? അപ്പൊ ആ ഇംഗ്ലീഷും മാത്രമായ ഒരു ഭാഷയല്ലേ? അങ്ങനെ എത്രയോ ഭാഷകളിലുണ്ട്. ഒരു വാക്ക് മാത്രം, വാക്കല്ല, ഒരു അക്ഷരം എഴുതിയാൽ അതിന്റെ അർത്ഥങ്ങൾ ഹിന്ദിയിലില്ലേ? അതുകൊണ്ട് ഇയാൾ ഇന്നലെ കഴിഞ്ഞ ദിവസം വീഡിയോ മൊത്തം കേട്ടു നോക്കി. ഞാൻ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പല ഭാഗങ്ങൾ കേട്ടു നോക്കി. ഓരോരുത്തരുടെയും ഈ ചർച്ച വരുമ്പോഴത്തേക്ക് ആ ഭാഗം എടുത്ത് ഒന്നുകൂടെ കേട്ടു നോക്കും. തോമസ് ഭദ്ര, ഹിന്ദിയിൽ അക്ഷരമില്ലേ? അവിടെ തന്നെ പറഞ്ഞോ, ഹേ എന്ന അക്ഷരമുണ്ട്. എത്ര അക്ഷരമുണ്ട്? പി എന്നുള്ളത്, അതായത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ഈ ഒരു വചനം പറയാം, അതിനകത്ത് അർത്ഥം, എനിക്ക് ഹിന്ദിയൊന്നും നന്നായിട്ട് അറിയത്തില്ല, എങ്കിലും ഞാനൊരു വാക്യം പറയാം. ഈ 1 യോഹന്നാൻ 2:2 അതിന് പിന്നെ ഹിന്ദിയിൽ പറയുന്ന ഉനോംനെ ഹമാരെ പാപോം കെ ലിയെ പ്രായശ്ചിത് കിയാ ഹേ ന ഹമാരെ പാപോം കെ ലിയെ സമസ്ത സംസാർ കെ പാപോം കെ ലിയെ ഭി. ഈ ഭി എന്ന് പറയുന്നതിന് അതിന് അർത്ഥമുണ്ട്, ഇല്ലേ? സമസ്ത ലോകത്തിലുള്ള സകല ജനതകളുടെയും പിന്നെ പാപങ്ങൾക്ക് വേണ്ടിയും ആണെന്നാണ് അവിടെ പറയുന്നത്. ആ പിക്കും അർത്ഥമുണ്ട് ഹിന്ദിയിൽ, ഹേക്ക് അർത്ഥമുണ്ട്, പിക്ക് അർത്ഥമുണ്ട്. അപ്പൊ ഇയാൾ പറയുന്ന ഈ അറബി ഭാഷയിലെ ഒരു അക്ഷരത്തിന് പോലും അർത്ഥമുണ്ടെന്ന് പറയുന്നത് എന്ത് കഥയിരിക്കുന്നത്? ഇപ്പൊ തോമസ് മാഷ് ബ്രദർ തന്നെ പറഞ്ഞു, ഐ ഇംഗ്ലീഷ് വാക്കാണ്, അതിന് അർത്ഥമുണ്ട്. ഒരു വാക്കൊന്ന് പറഞ്ഞോട്ടെ, ഒരു അറിയിപ്പ് പറഞ്ഞോളൂ. അതായത് ഞാൻ ടോപ്പിക് ഒന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലുമൊക്കെ ചേർക്കാനുണ്ടെങ്കിൽ അത് പറയണം. അക്ഷരത്തെറ്റുകളെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ അത് പറയണം. വേദക്കാർ ഇസ്ലാം പഠിപ്പിക്കുന്നു മാരിയത്ത് അൽ കിബുത്തിയുമായുള്ള മുഹമ്മദ് കിഫ്തി എന്നാണ് ഫലം എന്നുള്ളതിന്റെ കിഫ്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. ആരെങ്കിലും ഒന്നുകൂടെ ക്ലിയർ ചെയ്യണേ. ഉണ്ടല്ലോ, ഉസ്മാൻ പറഞ്ഞു. കിഫ്തിയല്ല, കിബിത്തിയാണ്.
മാരിത്തോല കിപ്തി നമ്മുടെ നബി അടിമ സ്ത്രീയെ ഭോഗിച്ച ആ മാരിത്തോല കിപ്തിയാണോ? ആ അതിനെ ആണ് ഇട്ടിരിക്കുന്നത്. അത് മാരിയത്തുൽ കിബിത്തിയാണ്, കിബിത്തി. അത് ഇച്ചിരി ബി ആണോ? വ്യത്യാസം വരുത്തിയാൽ അസുഖം നന്നാകും. ഒന്ന് ബ്രോ റൈറ്റ് ചെയ്തൊന്ന് ചാറ്റിലൊന്ന് റൈറ്റ് ഒന്ന് അച്ഛൻ ബ്രോ റൈറ്റ് അത് ചെയ്ത് ഒന്ന് ചാറ്റിലൊന്ന് റൈറ്റ് ചെയ്ത്. അതെ ഞാൻ ആ ചോദിക്കുന്ന ഒരു വാക്കിലൊരു വ്യത്യാസം വരുത്തിക്കൂടെ? മാര്യത്തൽ കിബുത്തിയുമായി തിരുനബി അത് ബന്ധപ്പെട്ടത് കാട്ടാൻ അങ്ങനെ ഇട്ടൂടെ? തിരുനബി അത് എഴുതാൻ സ്ഥലമില്ലല്ലോ. കിബു അല്ല, കിബ് ആണ്. മേളിലെ ബൂ എന്നുള്ള ഇത് അത് മാറ്റിയിട്ട് ചന്ദ്രക്കല ഇടണം. എഴുതിയിടാം, താഴെ ആ, എഴുതിയിടാം, താഴെ എഴുത്. അങ്ങനെ ഇടാൻ പറ്റുമോ നോക്കെ. നോക്കാം. മാരിയത്ത് അവിടെ അല്ലില്ല, കിപ്തിയുമായി. അച്ഛൻ മെസ്സേജ് ബോർഡ് ഇട്ടിട്ടുണ്ട്, അത് കോപ്പി ആക്കിയാൽ മതി. മാരിയത്ത് കിപ്തിയുമായി ചെയ്യാം. തിരുനബി. അത് വേറൊരു തിരുത്തലും കൂടി എൻ്റെ ഒരു അഭിപ്രായം. മാരിയത്ത് അൽ കുതുബുമായി മുഹമ്മദ് ബന്ധപ്പെട്ടത് ഹലാലാക്കിയ അള്ളാഹു നല്ലതായിരിക്കും. സ്ഥലമില്ലാന്ന് തോന്നുന്നല്ലേ? എഴുതാൻ സ്ഥലമില്ലല്ലോ, നമ്മളങ്ങ് ചോദിച്ചാ മതി. മുഹമ്മദുമായി ബന്ധപ്പെട്ടത് ഹലാലാക്കിയ അള്ളാഹു. ഹലാലാക്കിയ അള്ളാഹു അല്ലേ? കാരണം മുഹമ്മദിന്റെ ഇതില് തെറ്റായിരുന്നു എന്ന് അബ്സായോട് കെഞ്ചി പറഞ്ഞു. പക്ഷെ അള്ളാഹു അത് ഹലാലാക്കി കൊടുത്തില്ലേ? നീ അത് എന്തിനാ തെറ്റാണ്, അള്ളാഹു അനുവദിച്ചു തന്നു? അത് തെറ്റാണ്. അള്ളാഹു അനുവദിച്ചു കൊടുക്കല്ലേ? അള്ളാഹു അനുവദിച്ചു കൊടുക്കല്ലേ ഉസ്മാനെ? പിന്നല്ലാതെ നീ അത് മുഹമ്മദിന്റെ മുന്നിൽ അബ്സയോട് പറഞ്ഞത് തെറ്റാണ്, ഞാൻ തെറ്റായി പോയി ചെയ്തത്. പക്ഷെ അള്ളാഹു അത് ഹലാലാക്കി കൊടുക്കല്ലേ ചെയ്തത്? പിന്നല്ലാതെ അല്ല. എന്നാ ഉസ്മാൻ പറ. തെറ്റല്ലെങ്കിൽ പിന്നെ ഉസ്മാൻ പറ. പിന്നെ എന്തിനാണ് അള്ളാഹു പശ്ചാത്തപിച്ച് മുഹമ്മദിനെ അതാ കൊടുത്തത്? ആദ്യം മുഹമ്മദ് പശ്ചാത്തപിച്ച് പറഞ്ഞു, ഇനി ഞാൻ നമ്മളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടില്ല, തെറ്റായി പോയി, പശ്ചാത്തപിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അബ്സയുടെ മുമ്പില് വീണ് കാലൊക്കെ പിടിച്ച് പശ്ചാത്തപിച്ച മുഹമ്മദിനെ അള്ളാഹു വീണ്ടും പറഞ്ഞ നീ എന്തിനാ 66:1 പറയുന്നത്? വളരെ വ്യക്തമായിട്ട് തന്നെ മൊല്ലാക്കന്മാരുടെ പ്രസംഗം ഞാൻ കേൾപ്പിച്ചു തരാം. ഇതിൽ ഇരിപ്പുണ്ടല്ലോ, കേൾക്കണോ? നമ്മൾ എന്താ കേൾക്കുന്നേ? അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നില്ല, അള്ളാഹു അനുവദിച്ചു കൊടുത്തു. അതുപോലെ തന്നെ സൈനബയുടെ കാര്യത്തിൽ അള്ളാഹു അനുവദിച്ചു കൊടുക്കല്ലേ? അള്ളാഹു അല്ലേ കാര്യങ്ങളൊക്കെ? സെയ്ദിന്റെ ആഗ്രഹം ഇല്ലാതാക്കിയതാരാ? താങ്കൾ ആദ്യം പറഞ്ഞത് തന്നെ തെറ്റാണ്. ആദ്യം പറഞ്ഞ എവിടെ തെറ്റാവുന്നത്? അള്ളാഹു ഒന്നും അനുവദിച്ചു കൊടുത്തില്ല, ഹഫ്സയെ പേടിച്ച് നമ്മളെ തന്നെ അങ്ങ് അനുവദിച്ചതാണ്. അത് ഹഫ്സയെ പേടിച്ചാണെങ്കിലും അനുവദിച്ചില്ലേ? അള്ളാഹു അല്ലല്ലോ അനുവദിച്ചത്, അത് നമ്മള് തന്നെ പിന്നാരെ അനുവദിച്ചത്? നമ്മള് തന്നെ ആയിഷേനെയാണോ പേടിച്ചത്? ആയിഷയും അഫ്സയും പറഞ്ഞില്ല. ആയിഷയോട് പറയുന്ന അഫ്സ മുഹമ്മദിനെ ഇട്ട് ചാടിച്ചു. മുഹമ്മദിനെ ഇട്ട് ചാടിച്ചു കഴിഞ്ഞപ്പോ മുഹമ്മദ് എന്ത് ചെയ്തു? പശ്ചാത്തപിച്ചു, എല്ലാം വെച്ച് എന്ത് ചെയ്തു? കീഴടങ്ങി. അപ്പൊ അള്ളാഹു ആയത്തുമായിട്ട് വന്നു 66:1. അള്ളാഹു അനുവദിച്ചത് നീ എന്തിനാ വിലക്കുന്നത് എന്നുള്ള ഒരു ചിന്താഗതി വെച്ചുകൊണ്ടല്ലേ വന്നത്. അതുപോലെ തന്നെ മറ്റേ ഇവിടെ ഉള്ള കാര്യം, ആരുടെ കാര്യം? സൈനബയുടെ കാര്യം അത് തന്നെയല്ലേ? മുഹമ്മദിനെ കണ്ടു കഴിഞ്ഞപ്പോൾ സെയ്ദിന്റെ കാര്യങ്ങളൊക്കെ നിർവടിയായിട്ട് സെയ്ദിന് അവളുള്ള താല്പര്യം അള്ളാഹു അല്ലേ ഇല്ലാതാക്കിയത്? അപ്പൊ അള്ളാഹു വ്യഭിചരിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കല്ലേ ചെയ്തത്? അതാരായാലും തുണി പൊങ്ങുന്ന കാണുമ്പോ ഒരു മോഹമൊക്കെ തോന്നത്തില്ലേ? അത് ശരിയാ.
പൊങ്ങാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത അള്ളാഹു അല്ലേ? അല്ലാഹു അല്ലെങ്കിൽ അത് നമ്മൾ ഏ? തന്നെത്താൻ അങ്ങ് പൊക്കും. അത് ശരിയാ. അള്ളാഹുവിന് കുന്നങ്ങ് പറഞ്ഞാ പോരായിരുന്നോ? അല്ലാഹു പൊക്കിയില്ലെങ്കിൽ റസൂല് പൊക്കും. അതെ 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 അതെ. ഇവിടെ അവസരം എല്ലാം വ്യഭിചാരം ചെയ്യാനായിട്ട് അവസരം ഒരുക്കി കൊടുക്കുന്ന അള്ളാഹു. സെയ്ദിന്റെ ആഗ്രഹം ഇല്ലാതാക്കിയത് വാസ്തവത്തിൽ ആരാണ്? അള്ളാഹു ആണ്. അത് വളരെ വ്യക്തമായിട്ട് പറയുന്നില്ലേ? അള്ളാഹു ഇല്ലാതാക്കി. അങ്ങനെ മുഹമ്മദ് എന്ത് ചെയ്തു? അവളുടെ അനുവാദമില്ലാതെ, ഒരു സ്ത്രീക്കെങ്കിലും ഒരു അനുവാദം വേണ്ടേ? അവളുടെ അനുവാദമില്ലാതെ അവളുടെ അടുത്തേക്ക് പോയി, അവളുമായി പരിപാടി നടത്തി എന്നൊക്കെ പറയുന്നില്ലേ? അപ്പോ ഇത് വ്യഭിചരിക്കാനുള്ള എല്ലാ അവസരവും ഒരുക്കി കൊടുക്കുന്നത്, സാഹചര്യങ്ങളെ സൃഷ്ടിക്കുന്നതല്ല അള്ളാഹു അല്ലേ? അതിനുള്ളൊരു മുസ്ലിം സഹോദരന്മാർക്ക് ആർക്കെങ്കിലും ഒരു മറുപടി പറയാനുണ്ടെങ്കിൽ മേലോട്ട് വരാം. മറുപടി ഉണ്ട്. അഹമ്മദ് ജുനൈദിന് എന്തെങ്കിലും പറയാനുണ്ടോ ഈ കാര്യത്തില്? അള്ളാഹു ആണ് മുഹമ്മദിന് വ്യഭിചാരം ചെയ്യാനുള്ളതായ സാഹചര്യം ഒരുക്കി കൊടുത്തത്, ഹലാലാക്കി കൊടുത്തത് എന്നതിനെ കുറിച്ച് എന്തെങ്കിലും അഹമ്മദ് ജുനൈദ് താഴെ കിടക്കുന്നുണ്ടോ? മേലോട്ട് വരുന്നുണ്ടോ? ഇവിടെ വേറെ കമന്റ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ. ഈ കേരളായിട്ടൊരു കമന്റ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ പ്രതിപക്ഷത്തെ കിട്ടാതായപ്പോ ചാക്കോ പാസ്റ്ററിന് ശബ്ദം മാറ്റി ഉസ്മാനായിരുന്നു. പക്ഷെ എന്തൊരു കഷ്ടമാണെന്ന് ബാർബസ്മോദറെ, പ്രതിപക്ഷക്കാരിപ്പോ മേലോട്ട് വരാൻ മടിക്കുന്നുണ്ട്. അതുകൊണ്ടാ കേരളത്തെ ഒരു പഴഞ്ചൊല്ലുണ്ട്, ഈ തൂവല് കണ്ടപ്പോഴേ ആമയാന്ന് നിശ്ചയിച്ചെന്ന എന്ന് പറഞ്ഞ പോലെയാണ് കേരളീയത്തെ ഉസ്മാനെ ചാക്കോപ്പാസ്റ്ററാക്കി. തൂവല് കണ്ടപ്പോഴേ നിശ്ചയിച്ചു ആമയാണെന്ന്. എങ്ങനെയുണ്ട്? അതെ 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 അതെ, തീർച്ചയായിട്ടും. ജുനൈദ്, നമ്മുടെ മുഹമ്മദ് ജുനൈദ് മേലോട്ട് വരൂ. അണ്ണന്മാർക്ക് മേലോട്ട് വരാൻ ഭയങ്കര മടി. ഇപ്പം ഭയങ്കര മടി. അള്ളാഹു ഹലാലാക്കി കൊടുത്തു. ആരെ? മാരിയത്തിനെ ഹലാലാക്കി കൊടുത്തത് അള്ളാഹു അല്ലേ? അള്ളാഹു അല്ലേ വ്യഭിചാരം ചെയ്യാനുള്ളതായ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒരുക്കി കൊടുത്തത്? സൈനബയെയും വ്യഭിചാരം ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്ത അള്ളാഹു അല്ലേ? അതിനുള്ള ഒരു ചോദ്യത്തിനൊരു മറുപടിയും മുഹമ്മദ് ജുനൈദിന് പറയാൻ പറ്റുമെങ്കിൽ മേലോട്ട് വന്നിട്ട് പറയുക. പറയൂ ജുനൈദേ, നിങ്ങൾ